ഹലോ, ഈ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത് ഇതൊരു റെസിപ്പി വീഡിയോ ആണ്. ഒരു ഇഫ്താർ സ്പെഷ്യൽ സ്നാക്ക് റെസിപ്പിയുടെ വീഡിയോ ആണ്. അപ്പോൾ എന്താണ് നമ്മുടെ ബ്രെഡ് ഷവർമ പോക്കറ്റിൻ്റെ റെസിപ്പി. അപ്പോൾ ഞാൻ എൻ്റേതായ രീതിയിൽ ഞാൻ റെഡിയാക്കുന്ന, അതായത് നമ്മുടെ വീട്ടിലെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സ്നാക്കാണ് ഈ ഒരു സ്നാക്ക് എന്ന് പറയുന്നത്. ഞാൻ ഇക്കാക്കും മക്കൾക്കും ഒക്കെ വളരെ ഇഷ്ടമാണ്. എന്നാൽ എന്താണ് നോമ്പിന് മാത്രം സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുന്ന ഒരു സ്നാക്കാണ്. അപ്പോൾ ബാക്കി സമയങ്ങളിലൊക്കെ ഉണ്ടാക്കണമെന്നുണ്ട്. അപ്പോൾ മടി കാരണം നമ്മളതങ്ങ് മാറ്റി മാറ്റി വെക്കും. അപ്പോൾ നോമ്പാകുമ്പോഴത്തേനും നമ്മൾ സ്നാക്സൊക്കെ പരീക്ഷിക്കുന്ന കൂട്ടത്തിൽ നമ്മൾ എപ്പോഴും റെഡിയാക്കുന്ന, അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലെ ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള സ്നാക്കാണ് ഇപ്പോൾ ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ബ്രെഡ് ഷവർമ പോക്കറ്റാണ്. അപ്പോൾ ബ്രെഡ് ഷവർമ പോക്കറ്റിന് വേണ്ടിയിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് ആദ്യം കുറച്ച് ബോൺലെസ് പീസസ് ചിക്കൻ എടുത്തു. അത് വളരെ ചെറുതായിട്ട് കട്ട് ചെയ്തു. അപ്പോൾ ഇതാ എല്ലൊക്കെ മാറ്റിയതിന് ശേഷം വളരെ ചെറിയ പീസസായിട്ട് നമ്മുടെ ചിക്കൻ കട്ട് ചെയ്തു. പിന്നെ ഇതാ മിക്സിയുടെ ചെറിയ ജാറിലേക്ക് നമ്മളിതാ ഒരു ടീസ്പൂൺ ഗരം മസാല പൊടി, ഇത് വീട്ടിൽ തന്നെ റെഡിയാക്കി എടുത്തിട്ടുള്ള ഗരം മസാല പൊടിയാണ്. അപ്പോൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോഴത്തേനും ഫ്ലേവർ വളരെ കുറവുള്ള ഗരം മസാല പൊടിയാണെങ്കിൽ അതനുസരിച്ച് നമ്മൾ അളവ് കൂട്ടിക്കൊള്ളുക. നമ്മൾ വീട്ടിൽ റെഡിയാക്കിയത് കൊണ്ട് തന്നെ വളരെ ഫ്ലേവർഫുൾ ആയതുകൊണ്ട് തന്നെ ഒരു ടീസ്പൂൺ ഗരം മസാല പൊടി ഇട്ടു. പിന്നെ അതിലേക്ക് 2-3 അല്ലി വെളുത്തുള്ളി ഇട്ടു. പിന്നെ ഒരു ടേബിൾ സ്പൂൺ കേർഡ് ഇട്ടു. അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ നമ്മുടെ പെപ്പർ പൗഡർ. ഈ പെപ്പർ പൗഡറും കുറച്ച് സ്പൈസി ആയിട്ടുള്ള പെപ്പർ പൗഡറാണ്, വീട്ടിൽ നമ്മൾ റെഡിയാക്കി എടുത്തതാണ്. പിന്നെ അതുകൂടാതെ പിന്നെ ഒരു ഹാഫ് ലൈം ജ്യൂസ് നന്നായിട്ട് പിഴിഞ്ഞൊഴിച്ചത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ഒരു ബാറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ആ ഒരു ബോൺലെസ് പീസസിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു കൂട്ടങ്ങ് ഒഴിച്ചു കൊടുക്കുക. കൂട്ടൊഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് കുറച്ച് കൂടുതൽ നേരം മാരിനേറ്റ് ചെയ്ത് വെക്കുക. അപ്പോൾ എത്രത്തോളം നേരം പിടിക്കുന്നോ അത്രത്തോളം ടേസ്റ്റ് കൂടും. അപ്പോൾ നമുക്ക് പിന്നെ ടൈം ഇല്ലെങ്കിൽ വെക്കണമെന്നുമില്ല, നമുക്ക് അപ്പോൾ തന്നെ ഷാലോ ഫ്രൈ ചെയ്ത് എടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു മിക്സിൽ ഞാൻ ചേർത്തിരിക്കുന്നത് ഏറ്റവും ആദ്യം ഗരം മസാല പൊടി, പിന്നെ പെപ്പർ പൗഡർ, പിന്നെ ഗാർലിക്ക്, പിന്നെ കുറച്ച് ലൈം ജ്യൂസ്, പിന്നെ കേർഡ്. ഇത്രയും ഐറ്റംസാണ്. ഞാൻ ഇപ്പോൾ സാൾട്ട് ചേർക്കുന്നില്ല. നമുക്ക് ഉപ്പ് കുറച്ച് നമ്മൾ നോക്കി മാത്രമേ സാൾട്ട് ചേർത്താൽ മതി. ഇപ്പോൾ ഞാൻ ധൃതിയിൽ ഉപ്പ് ചേർക്കുന്നില്ല. നമുക്ക് അത് ഷാലോ ഫ്രൈ ചെയ്യുന്ന ടൈമിലൊക്കെ ഉപ്പ് ചേർത്താൽ മതി. ഞാൻ നന്നായിട്ട് കുറച്ച് നേരം മാരിനേറ്റ് ചെയ്ത് മാറ്റി വെച്ചു. അപ്പോൾ മാറ്റിയൊക്കെ വെച്ചതിന് ശേഷം പാനിലേക്ക് വളരെ കുറച്ച് ഓയിൽ ഒഴിക്കുക. വളരെ കുറച്ച് ഓയിലെന്ന് പറയുമ്പോഴത്തേനും സൺഫ്ലവർ ഓയിൽ തന്നെ ഒഴിച്ചോളുക. ഒലീവ് ഓയിലാണെങ്കിൽ ഏറ്റവും നല്ലത്. അപ്പോൾ എൻ്റെ കയ്യിൽ ഒലീവ് ഓയിൽ ഇല്ലാത്തത് കൊണ്ട് ഞാൻ സൺഫ്ലവർ ഓയിലാണ്. കാരണം നമ്മൾ ഈ ഷവർമ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴത്തേനും ഫ്ലേവർഫുൾ അല്ലാത്ത ഓയിൽ, അതായത് ഫ്ലേവറുള്ള ഓയിൽ അവോയ്ഡ് ചെയ്യുന്നതാണ് നല്ലത്. കോക്കനട്ട് ഓയിലൊക്കെ അവോയ്ഡ് ചെയ്യുന്നതാണ് നല്ലത്. അപ്പോൾ അതിനേക്കാളും നല്ലത് ഒലീവ് ഓയിൽ, അല്ലെങ്കിൽ ഈ ഷാലോ ഫ്രൈ ചെയ്യാനായിട്ട് വെജീസും അതുപോലെ തന്നെ മാരിനേറ്റ് ചെയ്ത ചിക്കനൊക്കെ ഷാലോ ഫ്രൈ ചെയ്യാനായിട്ട് ഏറ്റവും നല്ലത് ഒലീവ് ഓയിലാണ്. ഒലീവ് ഓയിൽ ഇല്ല എങ്കിൽ സൺഫ്ലവർ ഓയിലിൽ ചെയ്തെടുക്കാം.
അങ്ങനെ ഇതാ നമ്മൾ ഓരോരോ എന്താണ് അടപ്പ് വെച്ചിട്ട് പ്രസ് ചെയ്ത് ഷേപ്പാക്കി ഓരോന്നോരോന്ന് ആക്കി. അപ്പോൾ ഈ ഒരു സ്നാക്ക് എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല ഹെവിയാണ്, സ്റ്റൊമക്ക് ഫില്ലിംഗ് ആണ്. കാര്യം എന്ന് വെച്ചാൽ 2 ബ്രെഡും അതിൻ്റെ ഉള്ളിൽ ചിക്കനും അതുപോലെ തന്നെ കുറച്ച് കൂടുതൽ ചിക്കൻ വെജ് മിക്സസ് ഒക്കെ ഞാൻ വെക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഇത് ഒരെണ്ണം കഴിക്കാനേ പറ്റത്തുള്ളൂ. പല സ്നാക്സ് വീട്ടിലുണ്ടാക്കുന്നത് കൊണ്ട് തന്നെ ഇത് ഒരെണ്ണം കഴിക്കാനേ നമുക്ക് പറ്റൂ. അതുകൊണ്ട് തന്നെ ഞാനൊരു 4-5 ബ്രെഡ് ഷവർമ പോക്കറ്റ് റെഡിയാക്കുന്നുള്ളൂ. അപ്പം നെക്സ്റ്റ് ഫില്ലിങ്, മയണൈസ് ഒഴിക്കാത്ത ഫില്ലിങ് നമ്മൾ എന്തായാലും കുറച്ച് മാറ്റി വെക്കുക. മയണൈസ് ആ ടൈമിൽ നമുക്ക് ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ളത് നമ്മൾ ഒഴിച്ചാൽ മതി. അപ്പം മയണൈസ് ഒഴിക്കാതെയുള്ള ചിക്കൻ വെജ് ഫില്ലിംഗ് ആണെങ്കിൽ ഒരു പ്ലേറ്റിലേക്ക്, ഒരു ടൈറ്റ് കണ്ടെയ്നറിലേക്ക് നമ്മൾ അടച്ച് ഫ്രീസറിലോ ഫ്രിഡ്ജിലോ വെക്കുക. അതാകുമ്പോൾ നെക്സ്റ്റ് ഡേയിലും ഹോം മെയ്ഡ് മയണൈസ് ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കി നമുക്ക് അതിലേക്ക് ഒഴിച്ച് വീണ്ടും ഇതുപോലെ ഈ ഒരു പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യാം. അപ്പോൾ അതാ നമുക്ക് ഇന്ന് ഒരു 4 ബ്രെഡ് ഷവർമ പോക്കറ്റേ ഞാൻ ഉണ്ടാക്കുന്നുള്ളൂ. അപ്പോൾ അതാ ഞാൻ ഓയിലൊഴിച്ചതിന് ശേഷം ഓയിലൊക്കെ നന്നായിട്ടൊന്ന് ചൂടായി വന്നതിന് ശേഷം ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കുകയാണ്. അപ്പം ഞാൻ ഇത് ചെയ്തത് നിങ്ങൾ കണ്ടല്ലോ. ഞാൻ 2 ബ്രെഡ് എടുത്തു. ബ്രെഡിൻ്റെ ഉള്ളിലായിട്ട് ഈ വെജ് ചിക്കൻ സ്റ്റഫ് ചെയ്തു. അതിന് ശേഷം നമ്മൾ അടപ്പ് വെച്ചിട്ട് നന്നായിട്ട് പ്രസ് ചെയ്യുമ്പോഴത്തേനും അതങ്ങ് റൗണ്ട് ഷേപ്പിൽ കിട്ടും. അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, മുട്ടയുടെ ബാറ്ററിൽ മുക്കി ബ്രെഡ് പൊടിയിൽ മുക്കി എണ്ണയിലേക്ക് ഇടുക. ഇത്രയേ ഉള്ളൂ സംഭവം. ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ടേസ്റ്റാണ്. അത്രയും ഒരു യമ്മി ആയിട്ടുള്ള, ഒരു ഡിലീഷ്യസ് ആയിട്ടുള്ള സ്പെഷ്യൽ ഇഫ്താർ സ്നാക്കാണ്. അപ്പം ഞാൻ ഇതിനെ പേരിട്ട് വിളിക്കുന്നത് ബ്രെഡ് പോക്കറ്റെന്നോ ബ്രെഡ് ഷവർമ പോക്കറ്റെന്നോ. ബ്രെഡ് ഷവർമ പോക്കറ്റ് എന്ന് പറയുന്നത് അങ്ങനെ തന്നെയാണ് വിളിക്കുന്നത്. കാരണം ഇതിൻ്റെ ഉള്ളിലെ ഫില്ലിംഗ് എന്ന് പറയുന്നത് ശരിക്കും ഷവർമയുടെ റിയൽ ഫില്ലിംഗ് തന്നെയാണ് ഞാൻ വെച്ച് വിട്ടിരിക്കുന്നത്. അപ്പോൾ പിന്നെ ഞാൻ ബാക്കി കുറച്ച് കൂടുതൽ മയോണൈസ് ഒഴിച്ച മിക്സ് ഞാൻ റെഡിയാക്കിയിരുന്നു. അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇന്ന് സമൂസയുടെ ഉള്ളിലും ഈ ഒരു സെയിം ഫില്ലിങ് തന്നെയാണ് നമ്മൾ റെഡിയാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇന്ന് കുറച്ച് കൂടുതൽ ആ ഫില്ലിങ്, മയോണൈസ് ഒഴിച്ച ഫില്ലിങ് ഞാൻ റെഡിയാക്കിയത്. നമുക്ക് സൂക്ഷിക്കണം എന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിലൊക്കെ വെച്ച് നമുക്ക് കുറച്ച് സൂക്ഷിച്ച് വെക്കണം എന്നുണ്ടെങ്കിൽ മയോണൈസ് ഒഴിക്കാതിരിക്കുക, അതാണ് ബെറ്റർ. കാരണം നമ്മൾ മയോണൈസ് എന്നൊക്കെ പറയുമ്പോഴത്തേനും വീട്ടിൽ അടിക്കുന്ന ഹോം മെയ്ഡ് മയോണൈസ് എന്ന് പറയുമ്പോൾ ഒരു ദിവസം മാക്സിമം ഒരു ദിവസത്തിൽ കൂടുതൽ കഴിക്കാതിരിക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. കാര്യം എന്ന് വെച്ചാൽ പച്ചമുട്ടയിലൊക്കെ നമ്മൾ റെഡിയാക്കി എടുക്കുന്നത് കൊണ്ട് തന്നെ ഒരു ദിവസം മാത്രമേ ഉള്ളൂ ഹോം മെയ്ഡ് മയോണൈസിൻ്റെ വാലിഡിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, നമ്മുടെ വളരെ ഡിലീഷ്യസ് ആയിട്ടുള്ള, വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഇന്നത്തെ സ്പെഷ്യൽ ഇഫ്താർ സ്നാക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ബ്രെഡ് ഷവർമ പോക്കറ്റിൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പിന്നെ ക്ഷമയോട് കൂടിയിട്ട് ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഇഫ്താർ സ്നാക്ക് റെഡി.